ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും രമേശേണ്ണനും കൂടിയിട്ട് ഇതാ ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശേണ്ണന് ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂർ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ എന്നെയും കൂടി കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡ് അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ പോകാൻ റെഡിയാണ് കേട്ടോ. ഞാൻ ചെരുപ്പിടുമ്പോഴേക്കും നമ്മുടെ മൗഗ്ലിക്കുട്ടൻ പഠിക്കലിലേക്ക് പോവാണ് കേട്ടോ. അവന് മനസ്സിലായിട്ടുണ്ട് പുറത്തേക്ക് പോവാന്ന് കേട്ടോ. നമുക്ക് കാറ് ഇറക്കാനായിട്ട് പറ്റില്ല, റോഡ് പണി ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ KSRTC ബസ്സിനാണ് പോയത് കേട്ടോ തൃശ്ശൂർക്ക്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും രമേശേട്ടനാണെങ്കിലും യാത്രയൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉച്ച സമയമായിട്ട് ഇപ്പോൾ ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും മീൽസാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ എന്നെ ചിഞ്ചും മുത്തും കൂടി ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും കേട്ടോ, വീഡിയോ കോൾ വിളിച്ചിട്ട്. ഉച്ചയായി, അമ്മ ഒന്നും കഴിച്ചിട്ടില്ലേ, അച്ഛനെയും കൂടി ബിരിയാണി കഴിപ്പിക്കില്ലേ അമ്മ ഇങ്ങനെ മീൽസ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ എന്തായാലും ഇന്ന് ബിരിയാണി തന്നെ കഴിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മക്കളും കൂടി പറഞ്ഞതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ലെഗൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം നമുക്ക് ചിക്കൻ ലെഗും കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം തന്നെയാണല്ലേ. ചിലപ്പോൾ ഞാനും ചിഞ്ചും കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കിട്ടില്ല, ചിഞ്ചുവിനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിഞ്ചു പൊട്ടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാനും രമേശേട്ടനും കൂടിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളുടെ ഫോൺ വന്നിട്ട് ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കണം അല്ലേ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ആകാശപാത ഉണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ കാണുമെന്നല്ലാതെ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്തായിട്ട് അതിങ്ങനെ ശീതീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല പൊരി വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതല്ലേ, ഇപ്പോൾ ഉച്ചയായപ്പോഴല്ലേ ഫ്രീ ആയത്. അതിൽ കൂടെ ഫുഡും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ആകാശപാതയിലൊന്ന് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ലിഫ്റ്റിലാണ് കേട്ടോ അതിനുള്ളിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഏറെ നാളായിട്ട് ഇതിൻ്റെ ചുവട്ടിലൂടെയൊക്കെ നമ്മൾ കാറിനൊക്കെ പോവാറുണ്ട്, പക്ഷെ നിർത്താറുമില്ല, ഇങ്ങനെ കണ്ടുകൊണ്ട് പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൽ ഞങ്ങൾ മുകളിലേക്ക് കയറി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഇടനാഴി പോലെയാണ് ഈ പാത ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ടൗണൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊരു നല്ല അനുഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ കാറിലൊക്കെ ഇരുന്ന് വെറുതെ നോക്കാതെ നമ്മളിതിലേ പോകുമ്പോഴൊക്കെ ഇനി നിങ്ങളൊക്കെ ഇതിലേ പോവുകയാണെങ്കിൽ കയറിയൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ നല്ല തണുപ്പുള്ള കാരണം നമുക്ക് പൊരിവെയിലിൽ നിന്ന് ഒരു രക്ഷയായി. പിന്നെ കാണാനൊരു കൗതുകമുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കാഴ്ചയായിട്ടൊന്നും തോന്നില്ല. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെയൊക്കെ കയറി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിലേ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ പല സൈഡുകളിലും കടകളും മറ്റുമൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ മാർക്കറ്റിൻ്റെ എൻട്രൻസും ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെജ് മാർക്കറ്റ്, അതുപോലെ ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് അങ്ങോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കടയിലാണെങ്കിൽ കുറേ പലതരത്തിലുള്ള ഉണക്കമീനൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രമേശേട്ടനോട് പറഞ്ഞു, മൗഗ്ലിക്കുട്ടനെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന മക്കളുടെ ഇഷ്ടങ്ങളാണ് ആലോചിക്കുക കേട്ടോ. മുത്തിന് അത് വാങ്ങണം, ചിഞ്ചുനാണെങ്കിൽ എഗ് പപ്സ് മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓർക്കുക കേട്ടോ. ഇപ്പം അതൊന്നല്ല കേട്ടോ. മൗഗ്ലിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മൗഗ്ലിക്ക് അത്ര വിഷമമില്ല. അവന് എന്തായാലും അറിയാം, തിരിച്ചു വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. കാരണം കിറ്റഴിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സമാധാനിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആകാശപാതയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ മുകളിൽ വെച്ച് കണ്ട ഉണക്കമീനിൻ്റെ കട കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ മീനുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് തന്നെ. അപ്പോൾ മൗഗ്ലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുള്ളനാണ് കേട്ടോ. അപ്പോൾ ആ മുള്ളൻ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ പീസുകളായിട്ട് ഇട്ടിരിക്കുന്നത്, അത് സ്രാവുണ്ട്, പിന്നെ അതുപോലെ തന്നെ നങ്ക്, അങ്ങനെ പലതരം മീനുകളാണ് കേട്ടോ. ചാള ഉണക്കിയത് തുടങ്ങിയിട്ട് സ്രാവ് വരെയുള്ള മീനുകളൊക്കെ
ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനെന്നറിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മൗഗ്ലിക്ക് മുള്ളൻ മേടിക്കുന്നതല്ലേ, എന്നാൽ പിന്നെ കുറച്ച് സ്രാവ്, ഉണക്ക സ്രാവ് നമുക്ക് അങ്ങോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ മീനുകൾക്ക്. അങ്ങനെ ഉണക്ക സ്രാവും മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ മുള്ളനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്ക സ്രാവൊക്കെ നമുക്ക് കറി വയ്ക്കാമല്ലോ. അതൊക്കെ നമുക്ക് മൊബൈലിൽ അടിച്ച് നോക്കി എങ്ങനെ എന്തെന്നൊക്കെ അറിയാമല്ലോ. പച്ച വയ്ക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം വെക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് 2 കൂട്ടർക്കുള്ള ഉണക്കമീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക്. പിന്നെ ഞങ്ങളിതാ അവിടെ തന്നെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കട കേട്ടോ. ഇതൊരു തട്ടുകട പോലത്തെ ഒരു കടയാണ്. അവിടെ നിന്ന് തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എപ്പോഴും വെള്ളം ദാഹമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഈ തണ്ണിമത്തൻ ജ്യൂസിനാണെങ്കിൽ ലൈറ്റ് മധുരമാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. കടും മധുരമൊക്കെ ആണെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നും കേട്ടോ. ഇതാവുമ്പോൾ അധികം ദാഹിക്കില്ല. പിന്നെ ഞങ്ങളിതാ സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞ് നമ്മുടെ മാള ബസ്സിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. നല്ലൊരു ബസ്സൊക്കെ ഉണ്ട്, നല്ല പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. KSRTCയിൽ വരുമ്പോൾ പിന്നെ പാട്ടും കൂത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ സമയത്ത് ഇതാ ബസ്സിലേക്ക് പച്ച നെല്ലിക്ക വിൽക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ നെല്ലിക്കയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്ക വളരെ നല്ലതാണല്ലോ. പിന്നെ അത് കൂടാതെ നമ്മുടെ മുടിക്കും ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നു, രമേശ് ഏട്ടൻ വിചാരിക്കുന്നു പച്ച നെല്ലിക്കയുടെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ തടി കുറയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ വിചാരങ്ങളിൽ ഈ നെല്ലിക്കയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഞാൻ ഫുള്ളും കഴിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പാഴ്സലാക്കി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് കൊടുത്തു കേട്ടോ. മൗഗ്ലിക്കും മറ്റു പൂച്ചകൾക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 മുള്ളനെ എടുത്തും കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അതും കൂടി വറുക്കാണ് കേട്ടോ. ഇനി ഈ മീനും കൂട്ടി അവർക്ക് കുറച്ച് ചോറും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചും കഴിഞ്ഞ് ഇങ്ങനെ മതിമറന്ന് കാറിൻ്റെ ചോട്ടിൽ കിടക്കുകയാണ് കേട്ടോ. വയറൊക്കെ വീർത്ത് നല്ല സുഖമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേനാണ് നെല്ലിക്ക കേട്ടോ. നെല്ലിക്കയ്ക്കാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു നെല്ലിക്ക ഉപ്പിലിട്ടതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം രമേശേട്ടൻ്റെ കൂടെ അങ്ങോട്ട് ചിലവഴിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ 2 പേരും ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പുറത്തേക്ക് ഒരുമിച്ചൊന്ന് പോകാനായിട്ട് കിട്ടിയൊരു സമയമാണ് കേട്ടോ. ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് നടക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടി, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല സന്തോഷം തരാം. എന്ത് തന്നെയായാലും നമുക്ക് അങ്ങനെ കിട്ടുന്ന ചാൻസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡൊക്കെ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമുക്ക് വാങ്ങിത്തരും. അയ്യോ എനിക്കത് വേണ്ട, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ്, ഇതല്ല എനിക്ക് ആഗ്രഹം, എനിക്ക് വേറെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നമുക്ക് അതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിത്തരാനായിട്ട് തോന്നുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് പറയാം, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ സ്വീകരിക്കണം കേട്ടോ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ആ സന്തോഷ നിമിഷങ്ങളെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ ആ ഒരു സന്തോഷമൊക്കെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നീട് നമ്മൾ വിചാരിക്കും അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നല്ല കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ, നല്ല നിമിഷങ്ങൾ ഒക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം കേട്ടോ. ചിലരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും നമ്മളെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വിചാരം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരിങ്ങോട്ട് പെരുമാറണം, എന്നാലാണ് അവർക്ക് സ്നേഹമുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ. പക്ഷെ അതൊക്കെ തെറ്റാണ് കേട്ടോ. നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറാം. അപ്പോൾ പതിയെ പതിയെ അവരുടെ സ്നേഹമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ അവരാദ്യം തന്നെ നല്ല നന്നായി ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ, അതിന് ശേഷം ഞാൻ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാമെന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് വെറുതെ ദിവസങ്ങളും മറ്റൊന്നും തള്ളി നീക്കരുത് കേട്ടോ. ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.
ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം അവർക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശകാരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസം പോയി, ഇന്ന് എനിക്ക് ഒന്നിനും മൂടില്ല, കാരണം എനിക്ക് ആകെ വിഷമായി, ഇനിയിപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ദിവസങ്ങളൊക്കെ തള്ളി നീക്കും. പക്ഷേ അങ്ങനെയല്ല, ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മൾ അത് കളയരുത്. കാരണം അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കണം അല്ലേ, അതൊക്കെ പോവട്ടെ, ഞാൻ ഇപ്പോൾ മറ്റൊരാൾക്ക് എൻ്റെ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും കളയാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കൈ കടത്താനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ മറുപടി പറഞ്ഞോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്തും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കാര്യത്തെ നമ്മൾ അവഗണിക്കണം കേട്ടോ. വീണ്ടും വീണ്ടും അത് ഓർത്തിരുന്നും കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ കളയാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് വിചാരിക്കേണ്ടത് അത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ദുഃഖിച്ച് ഞാൻ തീർക്കണോ, അല്ലെങ്കിൽ നിരാശയിൽ ഇന്നത്തെ ദിവസം കഴിക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെ ഒന്നും അതിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാ ചെടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാനിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ ഹൗസിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഹോളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വെള്ളം വേസ്റ്റായി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബക്കറ്റിലാണ് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത്. നമ്മൾ വിത്തൊക്കെ പാകിയിട്ടതൊക്കെ ഒരുപാട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു തോട് കീറിയൊക്കെ വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മുടെ കോഴിമക്കൾ ചിക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഓലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മറ വെച്ചിരിക്കുകയാണ് കേട്ടോ. അവരിൽ നിന്ന് ഒളിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വഴുതനങ്ങ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറുതാണ് കേട്ടോ, പക്ഷെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പഴുക്കാനും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുവിധമൊക്കെ ആ ഒരു സമയത്ത് തന്നെയാണ് പറിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോട്ടത്തിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്നും കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രമ്മിൽ വെള്ളമൊക്കെ അഴിച്ചിട്ടും കഴിഞ്ഞിട്ട് അതും കോരി ഒഴിച്ച് ഞാനും ജാഗിയൊക്കെ നനച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ കുട്ടികൾ എന്താ പറയുക, എക്സാമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്ന ആ ഒരു വെക്കേഷൻ മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നും ചോദിക്കും, അയ്യോ വേഗം ഒന്ന് ക്ലാസ് കഴിഞ്ഞെന്നൊക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നനച്ച് നല്ല രീതിക്ക് തന്നെ തോട്ടമൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പച്ചമുളകൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നമ്മുടെ കൊപ്പക്കായൊക്കെ ഒരുവിധം വലുതായൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പിടിച്ചു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് അതൊക്കെ കൊഴിഞ്ഞു പോകുന്നതാണ് ആദ്യത്തേത്, പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ, നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിലെ വിഷമങ്ങൾ, നിരാശകൾ, സങ്കടങ്ങൾ ഇതൊക്കെ മാറ്റാനായിട്ട് അധ്വാനിച്ചാൽ മതി കേട്ടോ. അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും തന്നെ ഓർക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്വാനിച്ചൊക്കെ നോക്കിക്കോളൂ, അതൊരു ആഹ്ലാദം തന്നെയാണ് കേട്ടോ. അപ്പോൾ പരമാവധി നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.